3 മണിക്കൂർ, 4 എഞ്ചിനീയേഴ്സ്, 4 മാനേജേഴ്സ്. ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യേണ്ടത് ഉച്ചയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് ശേഷം സമയം 7:30 ലാറ്റ്വിൻ ടൈം. എൻ്റെ സമയം ഇത്രയും പോകാനുള്ള കാരണം ആ ഒരു 3 മണിക്കൂറാണ്. അതായത് വെള്ളിയാഴ്ചകളിൽ സാധാരണ ഡിപ്ലോയ്മെൻറ്റ് പാടില്ല എന്ന് എപ്പോഴും കമ്പനിയുടെ പോളിസിയാണ്. എന്നാലും ചില മാനേജേഴ്സിൻ്റെ നിർബന്ധം കാരണം നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇന്ന് അതേപോലെ ഒരു ചെറിയൊരു ചേഞ്ച് വന്നാൽ മതി. ചേഞ്ച് എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ ഫയലിൽ ചെറിയൊരു URLൻ്റെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതിന് ഇത്രമാത്രം ആൾക്കാരെ വിളിച്ച് കൂട്ടിയിട്ടാണ് മാനേജർ ഇത്രയും ചെയ്തത്. എന്ന് വെച്ചാൽ ഇന്നെഫിഷ്യൻ്റ് ആയിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയാം. ഞാൻ വർക്ക് ചെയ്തതല്ല, എൻ്റെ കൂടെയുള്ള ഡെപ്യൂട്ടിയാണ് വർക്ക് ചെയ്തത്. പക്ഷേ നമ്മളുടെ പ്രസൻസ് അതിനകത്ത് വേണ്ടി വന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ ചെയ്യേണ്ടതല്ലാത്ത ജോലിയും അവർ ചുമ്മാ അസ്യൂം ചെയ്യാണ് ഇവിടുത്തെ പ്രശ്നമാണെന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വന്നു. പക്ഷേ ലാസ്റ്റ് ഞാൻ കോൾ കട്ട് ചെയ്ത് ഇറങ്ങിപ്പോയിരുന്നു. അപ്പം എന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റ് ഒരു ഐഡൻറ്റിറ്റി പ്രൊവൈഡറുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും. അതിനുശേഷം നമ്മളുടെ ഐഡൻറ്റിറ്റി, അതായത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും ഓതൻറ്റിക്കേറ്റ് ചെയ്യും. അതിനുശേഷം ഓതറൈസ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത മാനേജർ റോളായിരുന്നു. ആ മാനേജർ റോളിനകത്തുള്ള ആൾക്ക് ഈ പറഞ്ഞ പെർമിഷൻ കൊടുക്കണോ വേണ്ടെന്നുള്ളതായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഇറ്റ് റിട്ടേൺ നത്തിങ്, 0 റിട്ടേൺസ് ആണ് കൊടുത്തത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ലോഗിൻ ഇഷ്യൂ ആയിരുന്നു. ആ ലോഗിൻ ഇഷ്യൂ നമ്മുടെ ഭാഗത്തല്ല, അത് മറ്റൊരു ടീമിൻ്റെ ഭാഗത്താണ്. അയാളെ ലീവിലും പോവുകയും ചെയ്തു, വെള്ളിയാഴ്ച നേരത്തെ പോവുകയും ചെയ്തു. അപ്പം അതിന് വേണ്ടിയിട്ട് വീണ്ടും എന്ത് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ച് വെറുതെ സമയം കളഞ്ഞു. 3 മണിക്കൂർ വെറുതെ ഒരു കാര്യം തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വെള്ളിയാഴ്ചകൾ നിങ്ങൾ ഡിപ്ലോയ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മാനേജറിന് പറയാം വെള്ളിയാഴ്ചകൾ ചെയ്യാൻ പാടില്ല. കാരണം ആ സമയത്ത് എല്ലാവരും റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അതുമല്ല തലയിലൊന്നും കയറത്തൊന്നുമില്ല, പൊളിഞ്ഞാലും തിങ്കളാഴ്ച വരാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ എന്ത് ചെയ്യും, 2 ദിവസം ഡൗൺ ആവും. ചിലപ്പോൾ ആൾക്കാർ ശനിയാഴ്ചയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാരും. ഡസൻറ്റ് മാറ്റർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മെത്തേഡ്സാണ്. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഫംഗ്ഷൻസ് 3 സെഷൻ കഴിഞ്ഞാണ് പാരാമീറ്റേഴ്സ് എടുത്തു, ഫംഗ്ഷൻസ് എടുത്തു, അതിനുശേഷം ഡെക്കറേറ്റേഴ്സ് എടുത്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, പൈത്തണിൽ ഇനി വരാൻ പോകുന്ന ഫീച്ചേഴ്സ് എല്ലാം റിപ്പീറ്റഡ് ആണ്. നമ്മൾ പഠിച്ചതിൻ്റെ റെപ്പറ്റീഷൻ മാത്രമാണ് ബേസിക്സിൻ്റെ. അതുകൊണ്ടാണ് ഈ അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലാത്തത്. വീഡിയോ ലെങ്ത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ എന്താണ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഫംഗ്ഷനെയാണ് മെത്തേഡ്സ് എന്ന് വിളിക്കുക. ആ ഫംഗ്ഷൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് മെത്തേഡായി മാറുന്നത്. കാരണം ആ ഒരു സെഗ്രിഗേഷൻ കിട്ടാൻ വേണ്ടി. അത് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ക്ലാസ്സിനെ എക്സിക്യൂട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡ് അലോൺ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒബ്ജക്ട്സ് അല്ല, മറ്റേ സ്റ്റാൻഡ് അലോൺ ഫംഗ്ഷനാലിറ്റിയാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, ഔട്ട്കം കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ക്ലാസ് എന്ന് പറഞ്ഞത് ഒരു ഒബ്ജക്റ്റാണ്, ഒബ്ജക്റ്റ് എൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് വൺ ഓഫ് ദി മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പം ആ മെത്തേഡ് നമുക്ക് നോക്കാം. മെത്തേഡ്സിൻ്റെ ആദ്യത്തെ ഡെഫിനേഷൻ നോക്കാം. എങ്ങനെയാണ് മെത്തേഡിനെ ഡിഫൈൻ ചെയ്യാന്നുള്ളത് നോക്കാം. സാധാരണ നമ്മൾ കാണുന്ന മെത്തേഡ്സിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്? മെത്തേഡ്സ് അല്ല, ഫംഗ്ഷൻ ഡെഫിനേഷൻ എങ്ങനെയാണ്? ഡിഫ് എന്ന് പറഞ്ഞ ഫാനുണ്ട്, അതുപോലെ തന്നെ ഫംഗ്ഷൻ നെയിമുണ്ട്. ഫ്ലെക്സിബിൾ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാരാമീറ്റേഴ്സ് ഉണ്ടാവും, പാരാമീറ്റേഴ്സ് 1 and 2. അതുപോലെ കോളൻ ഉണ്ടാവും. പിന്നെ അതിന് ശേഷം എന്താണോ റിട്ടേൺ ചെയ്യുന്നത്, റിട്ടേൺ അല്ലെങ്കിൽ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ഒന്നുണ്ടാവും. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പറയാം മെത്തേഡിൻ്റെ ഡെഫിനേഷൻ കഴിഞ്ഞു. സിമ്പിളാണ്. അപ്പോൾ നമ്മളിപ്പം പഠിക്കുന്നത് ക്ലാസ്സസ് ആയതുകൊണ്ട് മെത്തേഡ്സ് എപ്പോഴും ഡിഫൈൻ ചെയ്യേണ്ട എവിടെയാണ്? ക്ലാസ്സിൻ്റെ അകത്താണ്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഞാനതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ക്ലാസ്സിനെ ഉണ്ടാക്കുന്നു. സോ ഐ എം സെയിങ് ഫോൺ ഈസ് എ ക്ലാസ്. അപ്പോൾ ഞാൻ പുതിയൊരു ഫോൺ കമ്പനി ഉണ്ടാക്കുകയാണ്. ആ ഫോൺ കമ്പനിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഞാൻ ഇനിറ്റ് ചെയ്യാൻ പറയുന്നില്ല. അതായത് ഇനിഷ്യലൈസേഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞപ്പോഴാണ്. ഇനിഷ്യലൈസേഷൻ മെത്തേഡ് നമ്മൾ എപ്പോഴെങ്കിലും കസ്റ്റമൈസേഷൻ, അതായത് കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്ത് മാത്രമാണ് ഇനിറ്റ് മെത്തേഡ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. അതായത് നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനിറ്റ് മെത്തേഡ് വേണം, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, അതിനുള്ളിൽ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനാലിറ്റിയുടെ പേരെന്താണ്? ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റിയാണ്. ഞാൻ അങ്ങനെ തന്നെ കൊടുത്തതാണ്, കാരണം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പാരാം1 എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്, പാരാമീറ്റർ ഉണ്ട്. അത് ഞാൻ പറയുന്നു, അനോട്ടേഷൻ പഠിച്ചാണ് നമ്മൾ. അപ്പോൾ നമ്മൾ കോളൻ കൊണ്ട് സ്ട്രിങ് ആണെന്ന് പറയുന്നു, സെക്കൻഡും സ്ട്രിങ് ആണ്, തേർഡും സ്ട്രിങ് ആണ്, റിട്ടേണും സ്ട്രിങ് ആണ്. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നു. റിട്ടേൺ ഉപയോഗിക്കുന്നില്ല, പ്രിൻറ്റ് ഉപയോഗിക്കും. കാരണം നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാമല്ലോ. മറ്റേ ആകുമ്പോൾ ഒബ്ജക്റ്റിലേക്ക് സ്റ്റോർ ചെയ്ത് പിന്നെ പ്രിൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നേരിട്ട് അങ്ങ് പ്രിൻറ്റ് പറയുന്നതാണ്. അപ്പോൾ എന്താ പറയുന്നത്, ദിസ് ഈസ് എ ക്ലാസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ദിസ് ഈസ് എ ക്ലാസ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പം പറഞ്ഞു ക്ലാസിൻ്റെ ഡിസൈൻ ഉണ്ടായിട്ട് കാര്യമില്ല, ഡിസൈൻ വെച്ചിട്ട് സാധനം ഉണ്ടാക്കണം എങ്കിലേ കാര്യമുള്ളൂ, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, ഒബ്ജക്റ്റിനെ ഉണ്ടാക്കണം. അപ്പോൾ ഒബ്ജക്റ്റിനെ ഉണ്ടാക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? ഒബ്ജക്റ്റിൻ്റെ പേരെന്താണോ ആ ഒബ്ജക്റ്റിൻ്റെ പേര് ഈക്വൽസ് റിസർവ്ഡ് കീവേഡ് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വാല്യൂ എന്താണ്, അതെന്താണ് ക്ലാസിൻ്റെ പേര് വിത്ത് പാരാന്തസിസ്. കാരണം എക്സിക്യൂഷൻ നടക്കുമ്പോൾ എന്താണ് ബിഹൈൻഡ് ദ സീൻ പൈത്തൺ നടക്കുന്നത്, ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് എക്സിക്യൂട്ട് ആവും.
അതെന്ത് ചെയ്യും, ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഞാൻ അത് പറഞ്ഞു തന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കേണ്ട. ന്യൂ എന്ന് പറഞ്ഞ സ്പെഷ്യൽ മെത്തേഡ് ഉണ്ടാവും. ദാറ്റ് മെത്തേഡ് വിൽ ക്രിയേറ്റ് എൻ ഓബ്ജക്റ്റ് ഫ്രം ദ ക്ലാസ്. അപ്പോൾ എന്താ ഇതാണ് എൻ്റെ സിൻറ്റാക്സ്. അപ്പം ഞാൻ പറയാണ് phone 1 എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഉണ്ടാക്കണം. എന്തിൽ നിന്ന്? ഫോൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് വിത്ത് എ പാരാന്തസിസ്. കാരണം എന്താണ്, നമ്മൾ ന്യൂ എന്ന് പറഞ്ഞ മെത്തേഡ് എക്സിക്യൂട്ട് ആവുന്നു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, അപ്പം ന്യൂ ഫോൺ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോൺ എക്സിക്യൂട്ട് ചെയ്തു. ഇതിൻ്റെ താഴെ എവിടെയുണ്ട്, ഇത് ഞാൻ കളയാണ്, നമുക്കിപ്പോൾ അതിലേക്ക് പോകണ്ട. അപ്പോൾ എന്ത് ചെയ്തു, ഫോൺ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുൾ ആയി, ഒന്നും കാണിച്ചില്ല പുറത്തേക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോൺ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് നമ്മളറിയാമല്ലോ മെമ്മറിയിലാണ് ഉണ്ടാകുക. കാരണം ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഉണ്ടാകും, ഒബ്ജക്റ്റിനെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയിലായിരിക്കും. സോ വി ആർ പ്രിൻറ്റിംഗ് ദി ഫോൺ 1 ബിക്കോസ് ഒബ്ജക്റ്റ് ഈസ് ഫോൺ 1. അപ്പോൾ നമുക്കറിയാം മെമ്മറി അഡ്രസ്സ് കിട്ടും. മെമ്മറി അഡ്രസ്സിൽ എവിടെയുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും പറഞ്ഞില്ല, ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിനുവേണ്ടിയിട്ട് ഞാൻ പറയുന്നത് രണ്ടാമത് ചെയ്യും, കോൺഫിഗർ ചെയ്യാൻ പോകണം. ഉണ്ടാകുന്ന സാധനത്തിനെ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ കോൺഫിഗറേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞു, ഒരു ഡണ്ടർ ഇനിറ്റ് മെത്തേഡാണ്, സ്പെഷ്യൽ മെത്തേഡാണ്. ദാറ്റ് മെത്തേഡ് വിൽ ടേക്ക് at least one parameter and rest of the parameters can be configured. എന്ന് വെച്ചാൽ ഞാൻ പറയാണ്, മോഡൽ നമ്പറും കളറും വ്യത്യാസപ്പെടണം. ഓരോ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾക്ക് വ്യത്യസ്തമായ കളറിലും വ്യത്യസ്തമായ മോഡൽ നമ്പറിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനം ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ പറയുകയാണ്, ദിസ് ഈസ് എ കസ്റ്റമൈസ്ഡ് ഫോൺ, ഇത് കസ്റ്റമൈസ്ഡ് ഫോണാണ്, അതെന്ത് ചെയ്യണം, ഇതിൻ്റെ മോഡൽ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇതിനെന്തോ സ്ട്രിങ്ങിഫൈ ചെയ്യുന്നു. കാരണം എനിക്ക് എന്താ വേരിയബിൾ എടുക്കണം. വേരിയബിൾ ഒന്നും ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതിലേക്ക് എത്താം. അപ്പോൾ ഞാനെന്ത് റൺ ചെയ്യുന്നു. അപ്പം പറയുന്നു, ഫോൺ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്, അതിനകത്ത് ഇനിറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ദാറ്റ് ഈസ് മിസ്സിങ് വൺ റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ് കളർ. അപ്പോൾ അങ്ങനെ ശരിയാവും. നമ്മൾ കളറല്ലല്ലോ, മോഡലും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് മോഡൽ എടുത്തില്ല, വൈ ഉള്ളി കളർ. അപ്പോൾ ഉള്ളി വൺ റിക്വയർഡ് പാരാമീറ്റർ പൊസിഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ എക്സിക്യൂഷൻ സമയത്ത് പൈത്തൺ. പക്ഷേ നമുക്കറിയാം ഇതിനകത്ത് 2 ഉണ്ടെന്ന്. എന്നിട്ട് 2 ഉള്ളത് അത് പൈത്തൺ പൊട്ടനായിട്ടാ അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താ പൈത്തൻ്റെ പുറകിൽ എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പറഞ്ഞ ക്ലാസ്സസിനകത്ത് വരുന്നതിനകത്ത് 3 തരം ഫങ്ഷൻസ് ഉണ്ട്. 1 ഇൻസ്റ്റൻസ് മെത്തേഡ്സ്, 2 ക്ലാസ് മെത്തേഡ്സ്, 3 സ്റ്റാറ്റിക് മെത്തേഡ്സ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൈത്തൺ എക്സ്പ്ലിസിറ്റ്, അതായത് നിങ്ങൾ എന്താ പറയുക, പൈത്തനോട് ഡൈനാമിക് ടൈപ്പാണ് പൈത്തൺ എന്ന് വെച്ചാൽ നിങ്ങൾ പൈത്തനോട് ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണ്ട, റിട്ടേൺ സ്റ്റാറ്റസ് എന്താണെന്ന് ഒന്നും എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞു കൊടുക്കണ്ട. അതുകൊണ്ടാണ് പൈത്തൺ അഡ്വാൻറ്റേജ്, ഭയങ്കര എളുപ്പമാണെന്ന് പറയാൻ കാരണം. ഞാനിത് ജാവയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി കേട്ടോ. പൈത്തൻ്റെ സെയിം ഇംപ്ലിമെൻറ്റേഷൻ, അതായത് ഫസ്റ്റ് യൂണീക്ക് വിത്ത് ആർഗ്യുമെൻറ്റ്, അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതാൻ പറഞ്ഞു കേട്ടോ. യൂസ് എ മാപ്പ് ടു കൗണ്ട് ഹൗ മെനി ടൈംസ് ഈച്ച് ക്യാരക്ടേഴ്സ് റിപ്പീറ്റ്, ഇറ്ററേറ്റ് സ്ട്രിങ് ത്രൂ, അങ്ങനെ പറഞ്ഞൊരു പ്രോഗ്രാം നിങ്ങൾ കാണുന്നത് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ഞാനിങ്ങനെ പൈത്തണിൽ എക്സ്പ്ലനേഷൻ പറഞ്ഞു. നിങ്ങൾ എന്ത് പറയുക, നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ ഈ പറഞ്ഞ കോഡ്. നമുക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും. ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷനകത്തൊരു ഫോർ ലൂപ്പ് ഉണ്ട്, അതിനകത്ത് പിന്നെ രണ്ടാമതൊരു ഫോർ ലൂപ്പ് ഉണ്ട്, അതിനുശേഷം ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, എക്സിക്യൂഷൻ തിരിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കര സിമ്പിളാണ്. അതിനുശേഷം ഞാൻ ജാവയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി കേട്ടോ. ജാവ ഇംപ്ലിമെൻറ്റേഷൻ നോക്കിയപ്പം ആദ്യം ഒരു യൂട്ടിലിറ്റി ഇമ്പോർട്ട് ചെയ്തു, ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഓരോ ഫങ്ഷനാലിറ്റി ഡിഫൈൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുമ്പോഴും, ഇപ്പോൾ ഇവിടെയും ക്ലാസ്സാണ്, അല്ലെങ്കിൽ ഇത് ഫംഗ്ഷനാണ്, അപ്പോൾ ഇതിനെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എന്ത് തരം ക്ലാസ്സാണ്, പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്ന് സ്പെസിഫിക്കലി പറഞ്ഞു കൊടുക്കണം. അത് സ്റ്റാറ്റിക് ആണോ, എന്ത് തരം ഡേറ്റ ടൈപ്പാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്താണ് മാപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം. എന്ന് വെച്ചാൽ ഉണ്ടോ ഒരുപാട് വൃത്തിയായിട്ട് രീതിയിൽ എഴുതിയത് ഉള്ള ഞാൻ പറയാം. എനിക്ക് ജാവ എനിക്ക് കാണുന്നതേ ദേഷ്യം. ജാവയിലുള്ള എറർ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. ഇത്രയും നല്ലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, എല്ലാവരുടെയും മദർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നെങ്കിലും പക്ഷേ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇത് വൃത്തിയായിട്ട രീതിയിലാണ്. അതുകൊണ്ടാണ് പൈത്തണിലേക്ക് എല്ലാവരും അട്രാക്റ്റ് ആകുന്നത്. അല്ല ജോലി കിട്ടുന്നുണ്ടോന്നല്ല കേട്ടോ, ഉള്ള പറയാമല്ലോ. പൈത്തൺ പഠിച്ച ജോലി കിട്ടുന്നുണ്ടല്ല നിങ്ങൾ ഒരിക്കലും വരുന്നത്. നിങ്ങൾ വരുന്നത് പൈത്തൺ പഠിച്ചാൽ എളുപ്പമാകുന്നുണ്ടാണ്. കാരണം മറ്റുള്ളതിലേക്ക് ഇറങ്ങാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതിനകത്തുണ്ടോ നമ്മൾ മെത്തേഡ്സ് ഒന്നും എല്ലാം സ്പെസിഫിക്കലി പറഞ്ഞു കൊടുക്കണം. എന്താണ് ക്യാരക്ടറാണോ ഇൻറ്റിജറാണോ എന്താണോ, ഇവിടെ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത് പൈത്തൺ ഡൈനാമിക്കലി ടൈപ്പാന്ന് പറഞ്ഞത്. പൈത്തൺ തന്നെ മനസ്സിലാവും നിങ്ങൾ എന്താ കൊടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ നൊട്ടേഷൻസ് ആണ്, ആ റെപ്രസെൻറ്റേഷൻസ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മറ്റുള്ള ഭാഷകൾ വെറുക്കുന്നത്. അതുള്ള പറയല്ലോ ഉണ്ട്. ഇതുണ്ടോ ക്യാരക്ടർ കൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാപ്പിൻ്റെ ഡെക്ലറേഷൻ കാണിക്കുന്നത് ഇങ്ങനെ. ഇതിനകത്ത് ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ പറഞ്ഞ ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് മാപ്പിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ വിളിക്കുന്നതിന് ഇങ്ങനെ ഇതിനുണ്ട് ഗെറ്റ് ഓർ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ വേറെ കോളുണ്ട്. ഇതുണ്ടോ ഫോർ ലൂപ്പ് എഴുതാൻ ഇത്ര മതി, ഇതിന് ഇത്രയും വേണം. ഉണ്ടോ പ്രിൻ്റ് എഴുതുന്നതിനും സിസ്റ്റമാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ദേഷ്യം തോന്നും ഇത് കാണുമ്പോൾ തന്നെ. അപ്പോൾ പിന്നെ പഠിക്കുന്നത് എങ്ങനെയുള്ളൂ, നിങ്ങളുടെ ലാംഗ്വേജ് എന്തുമായിക്കോട്ടെ, ഡസൻറ്റ് മാറ്റർ, നിങ്ങൾ ആ സിൻറ്റാക്സ് മാത്രം മനസ്സിലാക്കിയാൽ മതി.
കോൺസെപ്റ്റ്സ് പൈത്തൺ പഠിച്ചു തുടങ്ങിക്കോ. അതാകുമ്പോൾ സുഖമുണ്ട്. കാരണം കോൺസെപ്റ്റ് എടുത്താൽ മതി. മറ്റേ നമ്മൾ കോൺസെപ്റ്റ് പിന്നെയും പോയി കോംപ്ലിക്കേറ്റ് ആക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതിനകത്ത് പഠിച്ചിട്ട് അതിൻ്റെ രീതിയിലേക്ക് മാറിയാൽ പോരെ. സാധനം മനസ്സിലാക്കി, ലോജിക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ പൈത്തൺ ഓട്ടോമാറ്റിക്കലി, ഞാൻ പറഞ്ഞില്ലേ വൺ റെക്കോർഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംതിങ് ഹാസ് ടേക്കൺ, മോഡലിനെ ഓട്ടോമാറ്റിക്കലി എങ്ങനെ എടുത്തു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാരാമീറ്റർ ഓഫ് an instance method is always the object itself. സിമ്പിളാണ്, കാര്യം സിമ്പിളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ മോഡൽ ഈസ് ഈക്വൽ ടു എന്തായി, ഫോൺ 1 ആയി. അതാണ് ഇതിൻ്റെ മീനിങ്, മനസ്സിലായോ? അതായത് മോഡൽ എന്ന് പറഞ്ഞ പാരാമീറ്ററിനെ ഓട്ടോമാറ്റിക്കലി ഫോൺ 1 ആയിട്ട് റീപ്ലേസ് ചെയ്തു പൈത്തൺ. അതാണ് ഞാൻ പറഞ്ഞത്, പൈത്തൺ ഓൾറെഡി നമ്മളുടെ പാരാമീറ്ററിനെ റീപ്ലേസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മളിവിടെ സെൽഫ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ സെൽഫ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാണ്. കണ്ടോ, കളർ മാറിയുണ്ടോ സെൽഫ്? കാരണം പൈത്തൺ റിസർവ്ഡ് കീവേഡാണ്. അതുമല്ല പൈത്തൺ മനസ്സിലാവുന്നത് മാത്രമല്ല, ഇത് ആർക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൊളീഗ് ഒരു പൈത്തൺ ഡെവലപ്പർ ആണെങ്കിൽ അയാളോട് പറഞ്ഞു, ഇപ്പം നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് 2 പാരാമീറ്റർ വേണം, ഇതൊരു ഫസ്റ്റ് ഇത് നല്ല ഡെവലപ്പർ ആണെങ്കിൽ, അതായത് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഓബ്ജക്റ്റിനെയാണ് മാറ്റിയേക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, ഓക്കെ ഇതിനകത്ത് 2 പാരാമീറ്റർ മതി. ഇനി ആർക്കും മനസ്സിലാവും, കാരണം സെൽഫിനെ ഓൾറെഡി ഫോൺ 1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ മീനിങ് എന്താണ്, സെൽഫ് ഈസ് ഈക്വൽ ടു ഫോൺ 1 എന്നാണ്. കാരണം ഫസ്റ്റ് പാരാമീറ്റർ ഈസ് ഓൾവേസ് ദി ഓബ്ജക്റ്റ് ഇറ്റ് സെൽഫ്, അതിനാണ് സെൽഫ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എന്താ, അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. റിയാലിറ്റി ഇതിൻ്റെ പുറകിൽ എങ്ങനെ നടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫോൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. കാരണം ക്ലാസ് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ക്ലാസ്സിനെ എക്സിക്യൂട്ട് ചെയ്തു, ഒബ്ജക്റ്റ് ഉണ്ടായി അല്ലേ, ഡോട്ട് ഇട്ട് വിളിച്ചു. അപ്പോൾ നമ്മൾ പറയുന്നു അതിനുശേഷം എന്താണ്, ഡണ്ടർ ഇനിറ്റ് മെത്തേഡ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, നമ്മൾ വിളിക്കാതെ തന്നെ വരുന്നതാണ് കേട്ടോ. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ ഇതാണ്ട് ഞാൻ ഇത് മാത്രം വിളിക്കാം. ഇപ്പോൾ കണ്ടോ ഒരു ഈ ഒരു പ്രശ്നം പറയത്തില്ല, കണ്ടോ കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുൾ ആയി. കാരണം എന്താ, ഈ ഫംഗ്ഷനെ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ സ്പെഷ്യൽ മെത്തേഡ് എന്ന് വിളിക്കാൻ കാരണം, ദാറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് ആഫ്റ്റർ ദ ന്യൂ എക്സിക്യൂഷൻ. അതായത് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് ഇനിറ്റ്. ഇനിറ്റ് ഉണ്ടെങ്കിൽ ഇനിറ്റ് ആയിരിക്കും ആദ്യം കോൾ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ അപ്പം എങ്ങനെയാണ് അപ്പോൾ ചെയ്യുന്നത്, ഇത് ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന എങ്ങനെ, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആദ്യം എന്ത് ചെയ്യുന്നു, ഫോണിൻ്റെ എക്സിക്യൂഷൻ നടക്കും. ഞാൻ എഴുതി കാണിക്കാം. ഫസ്റ്റ് ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേഷൻ അല്ലേ, എന്ന് വെച്ചാൽ പാരാന്തസിസ് ഇട്ടപ്പോൾ ന്യൂ ആയി, ഒബ്ജക്റ്റ് ഉണ്ടായി. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. അതിനുശേഷം എന്താണ്, ഡോട്ട്. എന്താണ് നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഫംഗ്ഷൻ നെയിം അല്ലേ, ആ ഫംഗ്ഷൻ നെയിമിനെ കോൾ ചെയ്യുന്നു, പാരാന്തസിസ് കൊടുക്കുന്നു. ഞാൻ അങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ. അതിനകത്ത് 2-3 പാരാമീറ്റർ ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ മനഃപൂർവ്വം കൊടുക്കാതിരിക്കണം. നോക്കാം, കണ്ടോ, ഫോൺ ഫംഗ്ഷൻ ഈസ് മിസ്സിംഗ് 2 റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ്, പാരാമീറ്റർ 1 and 3 അല്ലെങ്കിൽ 2 and 3. അതായത് ഫസ്റ്റ് പാരാമീറ്ററിനെ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഹാസ് ബീൻ ടേക്കൺ ആസ് പാരാം 1 ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞ ഫോൺ എന്താണോ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയത്. നമ്മൾ പേര് കൊടുത്തിട്ടില്ല, ഇതിനെ ഒരു ടെമ്പററി സ്റ്റോറേജിനാണ് വിളിക്കുന്നത്. കാരണം പേര് നമ്മൾ എന്ത് ചെയ്തും ഒരു മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടില്ല, കാരണം വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ വേരിയബിൾ സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് ഇതൊരു ടെമ്പററിയാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്തു, പാരാം 1 ആയിട്ട് റീപ്ലേസ് ചെയ്തു. സോ ദാറ്റ് ഹാപ്പൻഡ് അല്ലേ. അത് പറയുകയാണ്, ഇനി നമുക്ക് റിക്വയർഡ് പാരാമീറ്റേഴ്സ് എന്താണ്, 2ഉം 3ഉം കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഒരു ഇൻറ്റിജർ കൊടുക്കാം, കാരണം സ്ട്രിങ് കൊടുക്കാം. പറയുന്നത് കുഴപ്പമില്ല, ഇൻറ്റിജർ കൊടുത്താലും കുഴപ്പമില്ല, കാരണം ഇത് അനോട്ടേഷൻ മാത്രമല്ലേ, എന്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ദിസ് ഇസ് എൻ ക്ലാസ് ഒബ്ജക്റ്റ്, കാരണം ഇത് ക്ലാസ് ഒബ്ജക്റ്റ് ആണെന്ന് തിരിച്ചെന്നു. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഇപ്പോൾ എക്സിക്യൂട്ട് ആയി. ഇതിനെയാണ് ഈ പറഞ്ഞ ഇൻസ്റ്റൻസ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ കേസ് പറയുകയാണ്. അപ്പോൾ ഞാൻ ഇനിഷ്യലൈസ് ചെയ്യാണ്. അപ്പോൾ ഇപ്പം നമുക്കറിയാം സെൽഫുണ്ട്. അപ്പോൾ എന്താ, ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് സെൽഫായി മാറും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കേണ്ടത് എന്താണ്, 2 എണ്ണം മിസ്സിങ് ആണെന്ന് കാണിക്കണം. ലെറ്റ് us see. ഇപ്പോൾ പറയുന്നു ഇനിറ്റ് മെത്തേഡ് ഉണ്ട്, അത് റിക്വയർ 2 പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ബിക്കോസ് സെൽഫ് ഈസ് ടേക്കൺ ആസ് ദി ഓബ്ജക്റ്റ് ഇറ്റ് സെൽഫ് അല്ലേ. സെൽഫ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ പറയാം ഫോൺ 1 എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഇപ്പോൾ ഇവിടെ ആണല്ലോ എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ആ എക്സിക്യൂഷൻ ലൈൻ നമ്പർ 13 എക്സിക്യൂഷൻ നടന്നത്. അതിൻ്റെ പേരിൽ ആ എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് ഇനിറ്റ് മെത്തേഡ് ചോദിച്ചു, കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫോൺ കൊടുക്കുമ്പോൾ നമ്മൾ പറയുകയാണ് മോഡൽ, പറയുന്ന സ്ട്രിങ് S22, കളർ എന്താണ്, എൻ്റെ ബ്ലാക്ക് ആണ്, മൈ ബ്ലാക്ക് ഫോൺ S22. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ എന്താ ഇൻവാലിഡ് സിൻടാക്സ്, കോമ ഇട്ടല്ല, ഡോട്ട് ഇട്ട് കൊടുത്തു.
ഓക്കെ. അപ്പം മോഡൽ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ലൈൻ നമ്പർ 13 and 6 ഞാനിവിടെ ഒരു സെൽഫ് ഡോട്ട് മോഡൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കൊടുത്തു, ഇനിഷ്യലൈസ് ചെയ്തു, ഇനിഷ്യലൈസേഷൻ മെത്തേഡ് കഴിഞ്ഞു, പക്ഷേ പ്രിൻറ്റിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു വേരിയബിൾ ഇല്ല എന്ന് വെച്ചാൽ നോ ആട്രിബ്യൂട്ട് ആസ് സച്ച്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത്തെ കേസ് ഇൻസ്റ്റൻസ് ആൻഡ് ക്ലാസ് ആട്രിബ്യൂട്ട്സ്. നമ്മൾ പറഞ്ഞു തോന്നുന്നു അല്ലേ. അതായത് ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റിനകത്തേക്ക് കൊടുക്കേണ്ട കുറച്ച് ഡേറ്റ സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ ക്ലാസ് ലെവൽ, ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലൂ പ്രിൻ്റാണ്, അതെല്ലാത്തിലേക്കും ഇത് ഇൻഹെറിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന എല്ലാത്തിലേക്കും അത് വരുന്ന വാല്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പം ഇതിനകത്ത് 2 വാല്യൂ മിസ്സിംഗ് ആണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ ഡിഫൈൻ ചെയ്യണമായിരുന്നു. ആട്രിബ്യൂട്ട് 1 ഈക്വൽ ടു ഇറ്റ്സ് വാല്യൂ, ആട്രിബ്യൂട്ട് 2 ഈക്വൽസ് ഇറ്റ്സ് വാല്യൂ. അപ്പോൾ നമുക്കെന്താ വാല്യൂസ് നമ്മൾ കൊടുക്കുന്ന മോഡലും കളറും എവിടുന്നാണ്, നമ്മളുടെ ആർഗ്യുമെൻറ്റ്സ് അല്ലേ പാരാമീറ്ററിനെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്യുന്നു. നമ്മൾ മോഡൽ കിട്ടുന്ന എന്താണോ ആ വാല്യൂ തന്നെ നമ്മളിവിടെ കൊടുക്കുന്നു. അതിനുശേഷം പറയുന്നു കളർ എന്താണോ കിട്ടുന്നത് ആ കളർ ഇവിടെ കൊടുക്കണം. അപ്പോൾ ആട്രിബ്യൂട്ട് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഇത് ആരുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കോൾ ചെയ്യണം, ഇൻസ്റ്റൻസ് അണ്ടർസ്കോർ നെയിം ഡോട്ട് ആട്രിബ്യൂട്ട് നെയിം. ഇങ്ങനെയാണ് ശരിക്കും വിളിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പാരാമീറ്ററൈസ്ഡ് ആണ്, സെൽഫാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റൻസ് നെയിം എന്താണ്, സെൽഫാണ്. അതേപോലെ ആട്രിബ്യൂട്ട് നെയിം എന്താണ്, നമ്മൾ എപ്പോഴും അതിൻ്റെ വാല്യൂ ഈ പാരാമീറ്റർ എന്താണ് അതുപോലെ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്, റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റൻസിലേക്ക് വരുന്ന മോഡൽ എന്തായിക്കോട്ടെ അതിൻ്റെ വാല്യൂ ഇൻസ്റ്റൻസ് ഡോട്ട് മോഡൽ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ്. രണ്ടാമത്തേതുപോലെ തന്നെ സെൽഫ് ഡോട്ട് കളർ എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടുന്ന കളർ തന്നെയാണ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യും, ആട്രിബ്യൂട്ട്സ് കിട്ടി. അങ്ങനെ അതുകൊണ്ട് ഈ എറർ പോകുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ആട്രിബ്യൂട്ട് ഇല്ല എന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം ഇനി ഉണ്ടോയെന്ന്. സോ സ്റ്റിൽ ഇറ്റ് സൈസ് 2 റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ഇസ് മിസ്സിങ്. നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ എവിടെ ലൈൻ നമ്പർ 18 വേണ്ട. അപ്പോൾ നമ്മൾ ദിസ് ഈസ് എ കസ്റ്റമൈസ്ഡ് ഫോൺ അല്ലേ, കസ്റ്റം ഫോണാണിത്. മോഡൽ എന്താണ്, S22 ആണ്. അതേപോലെ തന്നെ ബ്ലാക്ക് കളറാണ്. ശരിയല്ലേ. അപ്പോൾ എന്തത്, നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞു, ഒരു കസ്റ്റമൈസ്ഡ് ഫോൺ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് ഉപയോഗിക്കാം. എന്താണ് ഫംഗ്ഷനാലിറ്റി? ഫസ്റ്റ് ഞാൻ പറയുന്നു ഡിഫ് റിംഗ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ പറയണം പ്രിൻ്റ് റിംഗ് ദ ഫോൺ. എന്താണ് ഫോണിൻ്റെ പേര്, സെൽഫ് ഡോട്ട് മോഡൽ അല്ലേ, പാരാമീറ്ററൈസ്ഡ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്ട്രിങ്ങിഫൈ ചെയ്യണ്ടേ. അപ്പോൾ എന്തേ S22 ഫോൺ ഇപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്. റിങ് ചെയ്യുകയാണെങ്കിൽ, റിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി വിളിക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന് ഞാൻ വീണ്ടും കോൾ ചെയ്യണം. അപ്പോൾ കോൾ ചെയ്യേണ്ട ഓപ്ഷൻ എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ഫോൺ ഉണ്ടായി കഴിഞ്ഞു, ഫോൺ കൊണ്ട് ഇവിടെ ഉണ്ടായി, അവിടെ തന്നെ എഴുതാം. അപ്പോൾ എന്താ അത് ഫോൺ 1 ഡോട്ട് എന്താണ് വിളിക്കേണ്ടത്, കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് ലെവലല്ലേ നടക്കുന്ന കാര്യങ്ങൾ, ക്ലാസ് ലെവലല്ലല്ലോ. നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതിന് ഒബ്ജക്റ്റ് അല്ലേ ഇനി സംസാരിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ ഫോൺ ഉണ്ടായി കഴിഞ്ഞു, ഇനി എനിക്കത് വിളിക്കാം അല്ലേ. അപ്പോൾ ഫോൺ 1-നകത്ത് റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആർഗ്യുമെൻ്റ് എടുത്തു. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും, 0 ആർഗ്യുമെൻറ്റ്സ് ആണ് ചോദിക്കുന്നത്. നമ്മൾ അതുപോലൊന്നും കൊടുക്കുന്നില്ല, റൺ ചെയ്യുന്നു. അപ്പോൾ പറയുന്നു ഫോൺ ഡോട്ട് റിംഗ് ടേക്സ് 0 പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ബട്ട് 1 വാസ് ഗിവൺ. 1 വാസ് ഗിവൺ എന്ന് പറയുന്നു. അതെങ്ങനെയാണ്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസിനെ ഓട്ടോമാറ്റിക്കലി പൈത്തൺ എടുക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എപ്പോഴും ആർഗ്യുമെൻറ്റ് ഇൻസ്റ്റൻസിൻ്റെ സ്വഭാവമാണെങ്കിൽ, അതായത് ഫീച്ചർ ഇൻസ്റ്റൻസിൻ്റെ ആണെങ്കിൽ നിങ്ങളെപ്പോഴും സെൽഫ് എന്ന് പറഞ്ഞൊരു കീവേഡ് പാരാമീറ്റർ കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് 0 എടുക്കുന്നുള്ളൂ, പക്ഷേ 1 വാസ് ഗിവൺ. കാരണം നമ്മൾ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞ് എങ്ങനെ ഓട്ടോമാറ്റിക് കൊടുത്തത്, 1 ഡോട്ട് ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തത്. നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞു, എങ്ങനെ ഒബ്ജക്റ്റ് ഇങ്ങനൊരു സാധനം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു, അതിനെ കോൾ ചെയ്തു. റിവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ സെൽഫ് കൊടുത്തു. ഇനി നമുക്ക് നോക്കാം, നമ്മളൊന്നും പാരാമീറ്റർ കൊടുക്കുന്നില്ല കേട്ടോ, പാസ് ചെയ്യുന്നില്ല, പൈത്തൺ എടുക്കുന്നുണ്ടോ നോക്കാം. ഞാൻ പറയുന്നു റിംഗ് ദ ഫോൺ S22. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സെൽഫ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞു ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ ആ സെൽഫായിട്ട് എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ് ചെയ്യുമ്പം ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ പൈത്തൺ ഫോണിനെ ഓട്ടോമാറ്റിക്കലി എടുക്കും. അതിനുശേഷം ഒബ്ജക്റ്റിൻ്റെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും,
അതിൻ്റെ എക്സിക്യൂഷൻ എന്താണോ അതിനകത്ത്. അപ്പോൾ ഇതിനെയാണ് ഇൻസ്റ്റൻസ് മെത്തേഡ്സ് വിളിക്കുന്നത്. ഞാൻ ഫങ്ഷൻസ് ഡിഫൈൻഡ് ഫോർ ടു ഡു സം ആക്ഷൻസ് ഓൺ ഓബ്ജക്റ്റ് ലെവൽ. എന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫോണിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അതല്ല നമ്മൾ ഇനി അടുത്ത് വരുന്നത്. അപ്പം രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞു, ഒന്ന് ഇൻസ്റ്റൻസിൽ നമുക്ക് കുറച്ച് ഡേറ്റ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡിസൈനകത്ത് കുറച്ച് ഡേറ്റ ഉണ്ട്. ഉദാഹരണം ഈ ഒരു എക്സാമ്പിൾ തന്നെ, നമ്മൾ ഫോൺ ഉണ്ടാക്കുന്നു. ഫോൺ പറയുകയാണ്, ഞാൻ ഫോണിനകത്ത് പറയുകയാണ് എനിക്ക് OS ആൻഡ്രോയിഡ് ആണ്, എനിക്ക് ഈ പറഞ്ഞ ഫോണിൻ്റെ ഫീച്ചറിനകത്ത് ഫേസ് ലോക്ക് ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഇതിൻ്റെ ഫോണിൻ്റെ ബ്രാൻഡ് സാംസങ് ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാ ഫോണിൻ്റെയും വാല്യൂ ആണ്. ഈ പറഞ്ഞ സാംസങ് അതുപോലെ തന്നെ പേരുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അതെന്ന് പറഞ്ഞാൽ ഡിസൈൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ബ്ലൂ പ്രിൻ്റായിട്ട് ചെല്ലേണ്ടതാണ് ഇതെല്ലാം ചെയ്തിരിക്കണം. എന്നാൽ പറഞ്ഞ ഫോണിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. പറഞ്ഞ കളർ മാറ്റാം, സ്റ്റോറേജ് മാറ്റാം, മെമ്മറി മാറ്റാം, CPU മാറ്റാം. CPU മാറത്തില്ല, കാരണം അല്ലാതെ ഒരു മോഡലിന് അങ്ങനെ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ മാറ്റം വരും. നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഡിഫൈനിങ് എ കസ്റ്റമൈസേഷൻ എങ്കിൽ അതെല്ലാം നിങ്ങൾ ഒബ്ജക്റ്റിൻ്റെ ഫീച്ചേഴ്സാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ നിങ്ങൾക്ക് വരുന്ന സാധനങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ പറ്റാത്ത, ഇപ്പോൾ IC മാറ്റാൻ പറ്റത്തില്ല, പറഞ്ഞ കമ്പനിയുടെ ബ്രാൻഡ് മാറ്റത്തില്ല, IMEI നമ്പർ മാറ്റത്തില്ല, നിങ്ങളുടെ ഫേംവെയർ വേർഷൻ മാറ്റത്തില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ വരാൻ പറ്റുന്ന സാധനങ്ങളിൽ അത് ഡിസൈൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അത് ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലാസ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇൻസ്റ്റൻസിനെ മാറ്റം വരുത്തണമെങ്കിൽ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സിലും ക്ലാസ്സിൽ മാറ്റം വരുത്തണമെങ്കിൽ ക്ലാസ് ആട്രിബ്യൂട്ട്സും വിളിക്കും. എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന എവിടെയാണോ അതിന് മുന്നെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്സ് ഡിഫൈൻ ചെയ്യുക. ഇത് എല്ലാ ഒബ്ജക്ട്സിലേക്കും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ OS. ഇപ്പം ഉദാഹരണം തന്നെ, ഇപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആൻഡ്രോയിഡ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറയുകയാണ്, ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ മെത്തേഡ്സ് തന്നെയാണ്. ഫോൺ, സ്റ്റോറേജ്, കളർ, 3 പാരാമീറ്റർ വെച്ച് നമ്മൾ ആർഗ്യുമെൻറ്റ് കസ്റ്റമൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പറയുന്നു റിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫീച്ചറുണ്ട് ഫോണിനകത്ത്. അത് എന്താണ്, ഒബ്ജക്റ്റിനകത്തുള്ള ഫീച്ചറാണ്. കാരണം അത് സെൽഫ് എന്ന് പറഞ്ഞ കീവേഡ് എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കുക അത് ഇൻസ്റ്റൻസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ ഒബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്യുന്നത് മനസ്സിലാക്കുക, നിങ്ങളൊന്നും കൊടുക്കണ്ട. അതിനുശേഷം പറയുകയാണ് ഓക്കെ ദിസ് ഇസ് റിംഗിങ്. അതിനുശേഷം പറയുകയാണ് എനിക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് എവിടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചർ ഇല്ല. അതെവിടെ ഉള്ളത്, ക്ലാസ് ലെവലിലാണ്. നമ്മുടെ ഡിസൈനകത്താണ് ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫീച്ചർ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് അങ്ങോട്ടേക്ക് പോയി ശരിക്കും ചെയ്യണം. അപ്പം പൈത്തൺ പറഞ്ഞില്ലേ ഇൻ്റലിജൻ്റ് ആണ്. പൈത്തൺ ഇൻ്റലിജൻ്റ് ആണ്. പക്ഷേ ആ ഇൻ്റലിജൻസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്റ്റെൻറ്റ് വരെ പോകുള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഓബ്ജക്റ്റിനെ ഓട്ടോമാറ്റിക്കലി ടേക്കൺ എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മൾ ഇൻസ്റ്റൻസ് മെത്തേഡ്സിൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന ഒരേ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് മെത്തേഡാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊരു സാധനവും സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻസ്റ്റൻസ് മെത്തേഡ് വിൽ ബി ടേക്കൺ ഓട്ടോമാറ്റിക്കലി. അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും കൊടുക്കാതെ. എന്നാൽ ക്ലാസ് മെത്തേഡിനെ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ അത് ഡെക്കറേറ്ററാണ്. നമ്മൾ ഡെക്കറേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. നിങ്ങൾക്ക് ഡെക്കറേറ്റേഴ്സിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഇവിടെ ഒരു വീഡിയോ വരും, ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡെക്കറേറ്റേഴ്സിൻ്റെ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഡെക്കറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്പെസിഫിക്കലി എന്താണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയാമോ? ഇത് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്, അത് ഡേറ്റയാണ് കേട്ടോ. നിങ്ങൾ ഫംഗ്ഷനിൽ പോയി നോക്കരുത്, ഒബ്ജക്റ്റിനകത്തല്ല കിടക്കുന്നത്, ക്ലാസിൻ്റെ ആണെന്ന് സ്പെസിഫിക്കലി പറഞ്ഞു കൊടുക്കുകയാണ്. സെയിങ് ഓക്കെ, ഇത് OS ലെവൽ എന്ന് പറഞ്ഞത് ക്ലാസ്സിനകത്തുള്ള സാധനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് CLS എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ കൊടുത്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സെൽഫ് എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റിൻ്റെയും CLS എന്ന് പറഞ്ഞത് ക്ലാസിൻ്റെയും പാരാമീറ്ററാണ്. ഇത് പൈത്തൺ മനസ്സിലാവാനില്ല, നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. പൈത്തൺ ഇങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ, പൈത്തൺ എന്ത് കൊടുത്താലും ഐഡൻറ്റിഫൈ ചെയ്തും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ന്യൂ വോയിസ് കൊടുക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്തു, റൺ ചെയ്യാണ്. ഓക്കെ, ഫോൺ റിങ്ങിങ് ക്ലാസ് മെത്തേഡ് ഇവിടെ കോൾ ചെയ്യാം, ഉപയോഗിച്ചില്ലല്ലോ ഞാൻ, സോറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലാസിൻ്റെ പേര്, ക്ലാസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഡോട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇത് ഞാൻ അങ്ങനെ ടെമ്പററി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം പറയാണ് update_OS. അപ്പോൾ എന്താ, ഇതിനകത്ത് അറിയാമല്ലോ ഒരു പാരാമീറ്ററേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു പാരാമീറ്റർ ചോദിക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ രണ്ടെണ്ണം, ഒരു എറർ വരാനുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞില്ല, ഫോൺ ഇനിറ്റ് മിസ്സിങ് 3 റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ്. എന്താ, അപ്പോൾ നമ്മൾ ഫോണിന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഫോൺ ഡിഫൈൻ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കണം, S22
ആദ്യത്തെ മോഡലാണ്. രണ്ടാമത്തെ സ്റ്റോറേജ് 256, അതേപോലെ തന്നെ കളർ ബ്ലാക്കാണ്. അപ്പോൾ എന്താ ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി 140ലാണ് പ്രശ്നമുള്ളത്. എന്താണ് ന്യൂ OS ഇസ് നോട്ട് ഡിഫൈൻഡ്. ന്യൂ OS ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ സാധനം. അതായത് ന്യൂ OS അപ്പോൾ ന്യൂ OS എന്താണ് പറഞ്ഞു കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ വാല്യൂനെ കൊടുത്തില്ല എന്ന് വെച്ചാൽ അതാണ് ഇവിടെ നിന്ന് പറഞ്ഞത്. നമ്മൾ ഡിഫൈൻ ചെയ്യാത്തൊരു കാര്യം കൊടുത്തു. അപ്പോൾ നമ്മൾ അത് പാരാമീറ്ററായിട്ട് പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും റൺ ചെയ്യാണ്. അപ്പോൾ റിക്വയർഡ് 1 പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ന്യൂ OS ചോദിക്കുന്നുണ്ട് ഫംഗ്ഷൻ, പക്ഷേ നമ്മൾ കൊടുത്തില്ല. പക്ഷേ നമ്മൾ രണ്ട് ഫംഗ്ഷനാലിറ്റി ഇല്ലേ, 2 പാരാമീറ്റർ ഇല്ലേ, എന്തുകൊണ്ട് ഒരെണ്ണം മാത്രം റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെൻ്റ് ആയത്? കാരണം ക്ലാസ് ഈസ് ഈക്വൽ ടു നൗ എന്താണ് CLS ഈസ് ഈക്വൽ ടു ഫോൺ. കാരണം ഫോൺ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഓട്ടോമാറ്റിക്കലി റീപ്ലേസ് ചെയ്യും പൈത്തൺ വിത്ത് CLS. അപ്പോൾ CLS ഓട്ടോമാറ്റിക്കലി എടുത്തു കഴിഞ്ഞു. ഇനി എന്ത് ഒരെണ്ണം ഉള്ളൂ, അത് ന്യൂ OS ആണ്. അപ്പോൾ ന്യൂ OS നമ്മൾ പാസ് ചെയ്യണം. അത് പാസ് ചെയ്യാത്തതുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ പറയാണ് ഇതെന്ത് ചെയ്യണം, Android 14. അപ്പോൾ Android 14 ആണ് എൻ്റെ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഞാൻ റൺ ചെയ്യുന്നു. സോ എക്സിക്യൂഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം വേരിയബിളിൽ ചേഞ്ച് വരുത്താനേ പറഞ്ഞിട്ടില്ല. അപ്പോൾ വേരിയബിളിൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണോ ക്ലാസ്സിൻ്റെ പേര് ഡോട്ട് ക്ലാസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, കാരണം അതിൻ്റെ ഒബ്ജക്റ്റാണ് കാണേണ്ടത്. ഡോട്ട് എന്താണ് വേണ്ടത്, നമുക്ക് അതിൻ്റെ വാല്യൂ എന്താണ് OS അല്ലേ, OS പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ പ്രിൻറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം Android 14 ആയിട്ട് മാറണം. എവിടെയാണ് 141, സോറി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എങ്ങനെയെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി വെക്കുക. ഈ ടെമ്പററി ആകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി വെക്കുകയാണ്. അതാകുമ്പോൾ പിന്നെ പാടില്ലല്ലോ. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഫോൺ 1 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റായി മാറി. ഇനി നമുക്ക് ആ പരാന്തസിസ് വേണ്ട, .os. അപ്പോൾ ഞാൻ പറയുന്നു അതിനെ പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് 140 സോറി അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി ആൻഡ് പേസ്റ്റ്. കാരണം ഇനിഷ്യലൈസേഷൻ നടന്നു. ഇനിഷ്യലൈസേഷൻ നമ്മൾ ചോദിച്ചു, കിട്ടിയില്ല. കണ്ടോ, ഞാൻ പറഞ്ഞു iPhone 14 ഉണ്ടാക്കി, കിട്ടിയില്ല. അപ്പോൾ അല്ല, iPhone 14 OS അപ്ഡേറ്റ് ചെയ്തു, OS അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ phone 2 ഉണ്ടാക്കുകയാണ്. phone 2 ഈസ് ഈക്വൽ ടു എന്താണ്, ഈ സെയിം സാധനം തന്നെ കോപ്പി, അതിനുശേഷം പറയുകയാണ് S24 Ultra. അപ്പോൾ അൾട്രയിലേക്ക് ഉണ്ടാക്കി. അപ്പോൾ അത് സെയിം സാധനം ബ്ലാക്ക് തന്നെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രിൻറ്റ് phone 2. ആദ്യം phone 2 എന്താണ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ രണ്ടാമത് പറയുന്നത് പ്രിൻറ്റ് phone 2 ഡോട്ട് ഓപ്പറേറ്റിംഗ്. അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താ, ഫോൺ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്തു, ഓബ്ജക്റ്റ് ഉണ്ടായി കഴിഞ്ഞു. കാരണം ഇനിഷ്യലൈസേഷൻ ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിഷ്യലൈസേഷൻ റിട്ടേൺ സ്റ്റാറ്റസ് ഇല്ല, നണ്ണാണ് എൻ്റെ ടൈപ്പ് കേട്ടോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് റിട്ടേൺ, അല്ലെങ്കിൽ ഞാൻ പറയാണ് പ്രിൻറ്റ് എന്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യണേ. ഒന്നും നടന്നില്ലേ, ഞാൻ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യാണ് ഡേറ്റ, റിട്ടേൺ ടെസ്റ്റ്. അപ്പോൾ പൈത്തൺ പറയുന്നു ടൈപ്പ് എററാണ്. ഇനിറ്റ് മെത്തേഡ് ഒരിക്കലും ഒന്നും റിട്ടേൺ ചെയ്യാൻ പാടില്ല, നണ്ണ് മാത്രം റിട്ടേൺ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇനിറ്റ് മെത്തേഡിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങളുടെ ഇനിഷ്യലൈസേഷൻ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അതിൻ്റെ എക്സിക്യൂഷൻ ആർക്കും കൊടുക്കണ്ട. അത് ജസ്റ്റ് വേരിയബിൾ ഉണ്ടാക്കി മാറ്റി വെക്കലേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇനിറ്റ് മെത്തേഡിലൂടെ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇറ്റ് ഷുഡ് റിട്ടേൺ ആണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇനിറ്റ് മെത്തേഡിന് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. റിട്ടേൺ സ്റ്റാറ്റസ് നിങ്ങൾ കൊടുക്കുന്ന വേരിയബിളിനെ ഒരു ഒബ്ജക്റ്റിലേക്ക് സ്റ്റോർ ചെയ്യൽ മാത്രമാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇനിഷ്യലൈസേഷൻ, കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എന്നൊക്കെ വിളിക്കുന്ന കാര്യം ഇറ്റ് ഈസ് ഡൺ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തു, റിട്ടേൺ കൊണ്ട് എഴുതരുത്. മനസ്സിലാക്കുക, നിങ്ങൾ ആർഗ്യുമെൻറ്റ്സ് ഡിഫൈൻ ചെയ്യുക, നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ എന്തൊക്കെ വേണമെന്നുള്ളത് തീരുമാനിക്കുക. ആ കസ്റ്റമൈസേഷനെ നിങ്ങൾ ഒബ്ജക്റ്റിലേക്ക് സ്റ്റോർ ചെയ്യുക. പരിപാടി കഴിഞ്ഞു, നിർത്തിയാൽ വേറെ റിട്ടേണിലൊന്നും എഴുതാൻ പോരുത്, വേറെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ ചെയ്യരുത്. തെറ്റും കേട്ടോ, തെറ്റൊന്നുമല്ല, ഇത് തന്നെ നിങ്ങളത് പാടില്ലാത്ത കാര്യം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോണിൻ്റെ OS ഞാൻ പ്രിൻ്റ് ചെയ്യണമല്ലേ, അതിൽ ഞാൻ കൊണ്ടുവന്നത്.
അപ്പോൾ സെക്കൻഡ് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും iPhone 14 ആൻഡ്രോയിഡ് 14 എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് ലെവൽ ആട്രിബ്യൂട്ട്സ് നിങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയല്ല എല്ലാത്തിൻ്റെ ഒരേപോലെ ചേഞ്ച് ആവും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലേ ഓരോ OS അപ്ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ലെവലാണ് മാറുന്നത്. കാരണം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് തന്നെയാണ് ഫോൺ എന്ന് പറഞ്ഞത്. ഒരു സിംഗിൾ ചേഞ്ച് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറ്റയർ ഫോണിലെ ചേഞ്ചും ആ ഒരു സിംഗിൾ ചേഞ്ച് നടക്കും. എന്നാൽ ഒബ്ജക്റ്റ് ലെവലിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് വരത്തില്ല. ഉദാഹരണം നമ്മളിപ്പം ഫോൺ ഫോർ എക്സാമ്പിൾ ഫോൺ 1.color എടുക്കുന്നു. അതിനുശേഷം പറയുന്നു പ്രിൻ്റ് ഫോൺ 2.color എടുക്കുന്നു. അപ്പോൾ ഞാൻ ഫോൺ 2ൻ്റെ കളർ ബ്ലൂ ആക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ കളർ ഇതാക്കുന്നു. നോക്കാം, പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഒന്ന് ബ്ലാക്കും ഒന്ന് ബ്ലൂ ആണ്. എന്ന് വെച്ചാൽ ഓബ്ജക്റ്റ് ലെവലിലുള്ള സാധനം ഞാൻ പറഞ്ഞില്ലേ ഗ്ലോബലൊന്നുമല്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ എൻക്യാപ്സുലേഷൻ ഇവിടെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് സോളിഡ് പ്രിൻസിപ്പിൾ വരാണ്ട് അത് കിടിലാണ് കേട്ടോ. കാരണം ഇതെല്ലാം കൂടി ഇങ്ങനെ ടൈറ്റ്ലി കപ്പിളായിട്ട് കിടക്കുന്നതെന്ന് വെച്ചാൽ ഒരെണ്ണം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഒരു സാധനം പൊളിയുന്നൊരു സാധനം വരും. അത് ഭയങ്കര രസമുള്ള സാധനം. ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്താലാണ് ഏറ്റവും നല്ലൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പ്രോഗ്രാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസ് എന്ന് പറഞ്ഞൊരു ഡിസൈനാണ്. ആ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലേക്കും പോകുന്നതാണ്. അതിപ്പോൾ നടന്നല്ലോ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു നമുക്ക് ഒബ്ജക്ട്സ് ഉണ്ടാക്കിയെടുക്കാം. ഒബ്ജക്ട്സിന് സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടതല്ലോ. അപ്പോൾ ഒബ്ജക്ട്സിന് സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതേപോലെ തന്നെ ഒബ്ജക്ട്സിന് സെപ്പറേറ്റ് ഫംഗ്ഷൻസ് തന്നെ ഉണ്ട്. കാരണം എന്താ, നമ്മളിപ്പം വേറൊരു മെത്തേഡ് ഉപയോഗിച്ചത് പക്ഷേ ഒബ്ജക്റ്റിൽ മാറ്റം വന്നിട്ടില്ല, എന്നാൽ അത് ക്ലാസ്സിലാണ് മാറ്റം വന്നിട്ടുള്ളത്. ഓക്കെ, അതിനെ ക്ലാസ് മെത്തേഡ്സ് എന്ന് വിളിച്ചു. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞത് എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല പൈലറ്റിന് ആക്സസ് കൊടുക്കരുത്, സിസ്റ്റം ത്രൂ മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഡേറ്റയിലേക്ക് നിങ്ങൾ ഒരിക്കലും കൈകടത്താൻ പാടില്ല. അത് നിങ്ങളൊരിക്കലും ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ. അപ്പോൾ എന്താ എൻക്യാപ്സുലേഷനും മീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ എൻക്യാപ്സുലേഷൻ്റെ ഒരു ഫീച്ചറാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് പോയി ആൻഡ്രോയിഡ് 14 ഇവിടെ മാറ്റാം, ഒരു പ്രശ്നമില്ല. പക്ഷേ അത് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ആട്രിബ്യൂട്ട് ആക്കി വെക്കേണ്ട സാധനമാണ് അണ്ടർസ്കോർ ഇട്ട് കൊടുത്തത്. അതായത് നമ്മൾ അണ്ടർസ്കോർ ഇടാന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ പ്രൈവറ്റ് ആണെങ്കിലും പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റിൽ നമ്മൾ പറയുകയാണ് നിങ്ങളിത് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ ഇങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താ പറയുക, അതിന് പകരമായിട്ടും പറയുന്നത് ഇത് ക്ലാസ്സിലുള്ള ഒരു ആട്രിബ്യൂട്ടാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കേണ്ടത് ക്ലാസ്സിലാണ്. ക്ലാസ്സിനകത്ത് ന്യൂ OS എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടറിനെ എടുക്കുക. അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനകത്തുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്, അതിനെ മാറ്റുക എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒബ്ജക്റ്റ് ലെവലിലും പറഞ്ഞു, ക്ലാസ് ലെവലിലും രണ്ട് തരത്തിലും ഡിസ്റ്റിങ്വിഷൻ നടന്നു. അതുകൊണ്ടാണ് മൂന്നാമത്തെ എൻക്യാപ്സുലേഷൻ്റെ ഫീച്ചറാണ് ഈ പറഞ്ഞ ഡേറ്റ ബൈൻഡിങ് എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനം ഒരു ഒബ്ജക്റ്റിനകത്താണെങ്കിൽ ഒബ്ജക്റ്റിനകത്ത് പോയി വർക്ക് ചെയ്യും, ക്ലാസ്സിനകത്താണെങ്കിൽ ക്ലാസ്സിനകത്ത് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ്, അതായത് നിങ്ങൾക്ക് രണ്ട് തരം ക്ലാസ് ഉണ്ടെങ്കിൽ, രണ്ട് തരം ഡിസൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം പേര് ഉപയോഗിക്കാം. ഫോർ ഉദാഹരണം ഞാൻ കൊല്ലത്താണ് വരുന്നത്. കൊല്ലത്ത് കോഴിക്കോടുണ്ട്, അതുപോലെ കോഴിക്കോട് ഒരു കൊല്ലമുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കണം നിങ്ങൾ ഏത് കൊല്ലമാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കൊല്ലമാണെന്ന് പറയണം. അല്ല കോഴിക്കോട് ജില്ലയിലെ കൊല്ലമാണെന്ന് പറയണം. അതുപോലെ തന്നെ ഇപ്പോൾ തിരിച്ചും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട് ക്ലാസ് എന്താണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഡിസൈൻ ഒബ്ജക്റ്റിനകത്ത് കയറുന്നത്, ശരിയല്ലേ? കാരണം ഫോൺ ഡോട്ട് എന്നാണ് വിളിച്ചത്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വിളിക്കുന്നത്, ക്ലാസ് നെയിം ഡോട്ട് ഒബ്ജക്റ്റ് നെയിമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനാലിറ്റിനെ ഒബ്ജക്റ്റ് ആട്രിബ്യൂട്ട്സ് ഇങ്ങനെയാണ് കോൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് സെയിം പേര് മറ്റുള്ളത് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അത് ബ്രേക്ക് ചെയ്യത്തില്ല. കാരണം എന്താണ്, ഇത് ഡേറ്റ ബൈൻഡ് ചെയ്തേക്കാണ് എൻക്യാപ്സുലേഷൻ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സാധനം പൊട്ടാത്തത്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ ഒബ്ജക്റ്റ് ലെവൽ ആട്രിബ്യൂട്ട്സും അല്ലെങ്കിൽ മെത്തേഡ്സും ക്ലാസ് ലെവൽ മെത്തേഡും എന്തോ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്തോ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇൻസ്റ്റൻസ് ലെവൽ മെത്തേഡ് എന്ത് പ്രതീക്ഷിക്കുന്നു? ഇൻസ്റ്റൻസിനെ പ്രതീക്ഷിക്കുന്നു, സെൽഫിനെ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ലെവൽ മെത്തേഡ് എന്ത് പ്രതീക്ഷിക്കുന്നു? ക്ലാസിൻ്റെ പേരിനെ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇത് രണ്ടും പ്രതീക്ഷിക്കാത്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിനെ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഹെൽപ്പർ ഫംഗ്ഷൻസ് എന്നൊക്കെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിലും ഉപകാരമില്ല, ക്ലാസ്സിൽ ഉപകാരമില്ല. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചില ഹെൽപ്പർ ഫംഗ്ഷൻസ് വേണം, യൂട്ടിലിറ്റീസ് വേണം. അതിനെയാണ് വിളിക്കുന്നത് സ്റ്റാറ്റിക് മെത്തേഡ്സ് എന്ന് വിളിക്കും. അതിന് ഒരു ഡേറ്റയും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇറ്റ് വിൽ വർക്ക്. മറ്റേടത്ത് അങ്ങനെയല്ല, എന്തെങ്കിലും ഒന്ന് കൊടുത്തിരിക്കണം. അതായത് ഒബ്ജക്റ്റിനെ ഉണ്ടാക്കുക, അതിന് ശേഷം ഒബ്ജക്റ്റിനകത്താണ് വർക്ക് ചെയ്യുന്നത്, മറ്റേത് ക്ലാസ്സിനകത്താണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇത് ക്ലാസ്സിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്, എന്നാൽ ഒരു സ്ഥലത്തിലും ഒരു കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിനെയാണ് പറഞ്ഞത് സ്റ്റാറ്റിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം, നമ്മുടെ സ്റ്റോറേജ് വാലിഡേറ്റ് ചെയ്യുക. അതായത് നമ്മൾ കൊടുക്കുന്ന സൈസ് ഈ പറഞ്ഞ സൈസുകളിലുള്ളെങ്കിൽ നമ്മൾ പറയുകയാണ് ഇത് വാലിഡ് സ്റ്റോറേജ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹെൽപ്പർ ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ വിളിക്കുകയാണ് പ്രിൻറ്റ്
ഫോൺ ടു ഡോട്ട് എന്താണിത് ഈസ് അണ്ടർസ്കോർ വാലിഡ് അണ്ടർസ്കോർ സ്റ്റോറേജ്. അപ്പോൾ എന്തത് ഇവിടെ നോക്കിയോ, നമ്മൾ സൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഞാനത് ഒന്നും കൊടുക്കാതെ റൺ ചെയ്യാണ്. എവിടെയാണ് 144 എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ പറയുന്നു ഈസ് വാലിഡ് സ്റ്റോറേജ് ഇസ് മിസ്സിംഗ് 1 റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ് സൈസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് കൃത്യമായിട്ട് എണ്ണം പറഞ്ഞാലും അതിനകത്ത് എണ്ണം കുറവുണ്ടാവും, 1-2 അങ്ങോട്ട് കുറയും. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ കൃത്യമായ എന്താണോ കൊടുക്കുന്നത് മാത്രം കൊടുക്കുക. അപ്പോൾ ഞാൻ പറയാണ് 128. അപ്പോൾ പറയുന്നത് ട്രൂ ആണ്. കാരണം എന്താണ്, 128 എന്ന് പറഞ്ഞ സൈസ് നമ്മളുടെ ഫോണിൻ്റെ ലിസ്റ്റിനകത്തുണ്ട്. അതായത് നമ്മളുടെ ഫോൺ ഡിസൈൻ ചെയ്തേക്കുന്ന ഈ പറഞ്ഞ 4 കോൺഫിഗറേഷനുള്ള സ്റ്റോറേജ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറയാണ് എനിക്ക് 256 GB സ്റ്റോറേജ് വേണമെന്ന് പറഞ്ഞാൽ ഓക്കെ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും, നെഗറ്റീവ് അല്ലെങ്കിൽ ഫോൾസ് പറയുമ്പോൾ ഞാൻ പറയും 126 GB ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇല്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഹെൽപ്പർ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഫംഗ്ഷനാലിറ്റി നിങ്ങൾക്ക് റൺ ചെയ്യണം. എന്നാൽ അത് ഒബ്ജക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലാസ്സുമായിട്ടോ ഒന്നും ആട്രിബ്യൂട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡേറ്റ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഒന്നിലേക്കും അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെയുള്ള സാധനം ഉപയോഗിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ വേണമെങ്കിൽ ഫോൺ നമ്പർ വാലിഡ് ആണോ ചെക്ക് ചെയ്യുക, എന്ന് വെച്ചാൽ 10 ഡിജിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്പർ എൻ്റർ ചെയ്യുന്നത് നമ്പറാണെന്ന് തന്നെ ഉറപ്പുവരുത്തത്, ക്യാരക്ടർ ആവാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫംഗ്ഷനാലിറ്റി, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിക് മെത്തേഡ്സാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നത് സെയിം തന്നെയാണ്. നിങ്ങൾ CLS വരെ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചാൽ പ്രശ്നമില്ല, എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചാൽ കളർ മാറുന്നത് ആ പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടെ റീഡബിൾ ആണ്. എന്നാൽ നിങ്ങൾ കൊടുക്കുന്ന ഡെക്കറേറ്റ് അനുസരിച്ച് നിങ്ങളുടെ ഫംഗ്ഷനാലിറ്റി മാറിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഈ 2 ഫംഗ്ഷനാലിറ്റിയുടെ മുകളിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ത് ഇൻസ്റ്റൻസ് മെത്തേഡ് എന്ന് ഒരിക്കലും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും അത് ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്തു. സെൽഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കി. കാരണം എന്താണ്, ക്ലാസ് മെത്തേഡോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് മെത്തേഡോ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, എക്സ്പ്ലിസിറ്റ്ലി നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ, ഇറ്റ് ഈസ് കൺസിഡറിങ് ആസ് എൻ ഒബ്ജക്റ്റ് മെത്തേഡ്. അതിനെ എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് ആണ് ഈ മെത്തേഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞെടുത്ത് ഇറ്റ് ഓട്ടോമാറ്റിക്കലി ടേക്സ്. അതാണ് ഇതിൻ്റെ ഒരു ടേക്ക് അവേ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പോട്ടെ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ്. ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇങ്ങനെ പഠിച്ചത്. എന്ന് വെച്ചാൽ എഴുതുമ്പോൾ എല്ലാം ഞാൻ ഒബ്ജക്റ്റായിട്ട് അങ്ങനെ നൊട്ടേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ 1 2 3 3 ഒബ്ജക്റ്റുള്ള ലിസ്റ്റാണിത്. ഡിക്ഷണറീസിൻ്റെ കേസിലൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എന്താണ് സെൽഫ് എന്ന് പറഞ്ഞത്, എന്ത് ചെയ്തു, ഒബ്ജക്റ്റിൽ നിന്ന് കോളാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഒബ്ജക്റ്റാണ് അതിനെ കോൾ ചെയ്യുന്നത്. അത് ചെയ്യും സെൽഫിനെ ഓട്ടോമാറ്റിക്കലി എടുക്കുകയും ചെയ്യും. ബാക്കി നിങ്ങൾ പാരാമീറ്റേഴ്സ് കൊടുത്താൽ മതി. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഒരു ആർഗ്യുമെൻറ്റ്സും കൊടുക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് എവിടെ എറർ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ഒരു ആർഗ്യുമെൻറ്റ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമ്മൾ എക്സ്ട്രാ കൊടുക്കാതെ വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, എറർ വരും. ഞാനിങ്ങനെ പറഞ്ഞ് മനസ്സിലായിരുന്നു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതായത് ഇവിടെ നമ്മളൊരു ആട്രിബ്യൂട്ടും കൊടുക്കുന്നില്ലെങ്കിൽ, ഫോൺ മാത്രമേ ഉള്ളെങ്കിൽ ഇറ്റ് വിൽ ത്രോ ആൻ എറർ. കാരണം ക്ലാസ് ഉണ്ടാക്കണമെങ്കിൽ ഇനിഷ്യലൈസേഷൻ വേണം, അത് ഒബ്ജക്റ്റിൻ്റെ ഫീച്ചറാണ്. ഇറ്റ് ഷുഡ് അത് അങ്ങനെ വരുമ്പോൾ എറർ വരും. രണ്ടാമത് പറഞ്ഞാൽ ക്ലാസിൻ്റെ തരത്തിലുള്ള മെത്തേഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ക്ലാസ്സിൽ നിന്നും വരാം കോൾ, ഒബ്ജക്റ്റിൽ നിന്ന് വരാം. കാരണം എന്താണ്, ഡിസൈൻ അകത്തിരിക്കുകയാണ് ഒബ്ജക്റ്റ്, ആ ഡിസൈൻ്റെ അകത്തിരിക്കുന്ന ഒബ്ജക്റ്റാണ് ക്ലാസ്സിനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങുന്ന എപ്പോഴും എവിടെ നിന്നായിരിക്കും, ഡിസൈൻ ആയിരിക്കും. അതായത് ക്ലാസ് നെയിം ഡോട്ട് എന്താണോ അതല്ലേ പോകുന്നത്. ഇനിറ്റ് മെത്തേഡ് ആണെങ്കിൽ ഇനിറ്റ് മെത്തേഡ്, ആദ്യം ഇനിറ്റ് മെത്തേഡാണ് കോൾ ചെയ്യുന്നത്, ബാക്കി അല്ലെങ്കിൽ സ്പെസിഫിക്കലി കോൾ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ക്ലാസ് നെയിം എന്ത് ചെയ്യും, ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പം ആ ക്ലാസിൻ്റെ പേരാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ആ ക്ലാസ് നെയിം ഓട്ടോമാറ്റിക്കലി എടുത്തോളും. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ പറഞ്ഞില്ലേ, OSൻ്റെ അപ്ഡേറ്റ് പറഞ്ഞില്ലേ, OSൻ്റെ അപ്ഡേറ്റ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് അപ്ഡേറ്റ് ദി OS. ഈ പറഞ്ഞ പാരാമീറ്റർ മിസ്സിംഗ് ആണെങ്കിൽ അവർ പറയും ഒരു പാരാമീറ്റർ മിസ്സിംഗ് ഉള്ളൂ, മറ്റേ പാരാമീറ്റർ ഞാൻ ഓട്ടോമാറ്റിക്കലി എടുത്തു എന്ന് പറയും ക്ലാസിൻ്റെ പേര് അല്ലേ. അപ്പോൾ എന്താ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ്, അതായത് ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്സ് ഇല്ലാത്ത ആർഗ്യുമെൻറ്റ്സ് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് ഇല്ല. അപ്പോൾ ഞാനിവിടെ പറയാണ് അപ്പോൾ OS അപ്ഡേറ്റ് ഒരെണ്ണം മാത്രമേ കൊടുക്കാൻ പറയുന്നുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ പറയണം ഒരു 12 കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ പറയണേ ഓക്കെ സോറി മൈ ബാഡ്. സോ ഐ എം റണ്ണിങ് ഇറ്റ്. എവിടെയൊക്കെയോ വരുന്നുണ്ട്. ഇൻസ്റ്റൻസ് മെത്തേഡ്. അപ്പോൾ എന്താണ് 2 പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ചോദിക്കുന്നുണ്ട്, പക്ഷേ 3 കൊടുത്തു അപ്ഡേറ്റ് OSനകത്ത്. കാരണം എന്താണ്, ഒരെണ്ണം ക്ലാസ്സാണ്, മറ്റേത് OSൻ്റെ പേരാണ്. പിന്നെ എന്തിനാണ് കൊടുത്തത്, 3 ചോദിച്ചു, ഒരെണ്ണം വേണ്ട എന്ന് പറയുന്ന സാധനം.
അപ്പം അപ്പം അതിൻ്റെ ഭാഗത്തൊരു എറർ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ കേസാണ് പറഞ്ഞത് സ്റ്റാറ്റിക് മെത്തേഡ്, ഓബ്ജക്റ്റോ ക്ലാസ്സോ. കാരണം പറഞ്ഞില്ല ഒന്നിലോട്ടും അറ്റാച്ച് ചെയ്തേക്കുന്നില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ എന്തും ഒരു സഹായത്തിന് വിളിക്കാം. എന്നേടാ ഒന്ന് ചെയ്തെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ എൻ്റെ സൈസ് ഒന്ന് നോക്കിയിട്ട് പോകും, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഒന്ന് കൊടുക്കിട്ട് പോകും, അങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞപ്പം ഒന്നും കൊടുത്തില്ലെങ്കിൽ വർക്ക് ചെയ്യും. എന്നാൽ നിങ്ങൾ പറയുന്ന അനുസരിച്ച് അത് വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലാതെ ഒന്നിനെയും ഓട്ടോമാറ്റിക്കലി എടുക്കാറില്ല. നിങ്ങൾ കൊടുക്കുന്ന പാരാമീറ്ററിനെ അതിൻ്റെ പാരാമീറ്ററായിട്ട് ഇക്വേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാറുള്ളൂ, അല്ലാതെ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റിനെ ഒന്നും എടുക്കാറില്ല. അപ്പോൾ ഇതിനെന്താ, ഇത് എക്സ്പെക്റ്റ് ചെയ്യാത്ത വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എറർ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിക്കുന്ന സാധനം മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മെത്തേഡ്സിനെ കുറിച്ചുള്ളത്. ഇതിനകത്ത് സ്പെഷ്യൽ മെത്തേഡ്സ് വരുന്നുണ്ട്, ഡണ്ടർ ഇനിറ്റ്, ഡണ്ടർ ന്യൂ, ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ ഡണ്ടർ അനോട്ടേഷൻസ് പഠിച്ചു, ഡണ്ടർ ഡിക്ഷണറി പഠിച്ചു. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കാം. മൊഡ്യൂൾസ് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ബാക്കിയോട് എടുക്കാം. എന്താണ് ഓരോ മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാം, അതിൻ്റെ റിട്ടേൺ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. അതുപോലെ മെത്തേഡ്സ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. 41 ഞാനിത് പെട്ടെന്ന് തീർക്കണമെന്ന് വെച്ചാൽ, പക്ഷേ കഥ പറഞ്ഞു പോയതപ്പോൾ കുറച്ച് സമയം എടുത്തു. എന്നാലും ഈ കഥ പറഞ്ഞുകൊണ്ട് പോലെ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കഥ പറയുന്നത് ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ വലിച്ചു വാരി പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ പറയാം. കാരണം ഞാനിപ്പോഴും അതിൽ റെക്കോർഡറാണ്. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് എൻ്റെ സ്റ്റൈൽ മാറ്റാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഓൺലൈനിലുള്ള മെത്തേഡ്സൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് ഇൻഹെറിറ്റൻസ് ആണ്. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് പോളിമോർഫിസത്തിൻ്റെ ചോദിച്ചു, അതിൻ്റെ പേരിൽ ഞാനൊന്ന് കവർ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് ടോപ്പിക് മോഡ്യൂൾസ്, ദാറ്റ്സ് മൈ ഫേവറേറ്റ് വൺ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് ഇൻ വൺ ഫയൽ. പിന്നെന്താണ്, ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ കാണാം. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം.